ഞങ്ങൾ പരിശോധിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സംഘടനാ രംഗത്തുള്ള ദൗർബല്യങ്ങൾ ശരിയായി പരിശോധിച്ച് നല്ല രീതിയിൽ വരുത്തേണ്ടുന്ന തിരുത്തലുകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെ ഞങ്ങൾ കണ്ടത്. അത്തരത്തിലുള്ള തിരുത്തലുകൾക്ക് വേണ്ടി സംഘടനാപരമായ തയ്യാറെടുപ്പ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ചേർന്ന് കൈകാര്യം ചെയ്യണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിക്കെതിരായി എക്കാലവും വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരണം നടത്താറുണ്ട്. ഇന്ന് EMSനെയും AKGയെയും എല്ലാം അവരുടെ മരണത്തിന് ശേഷം ലോകത്ത് തന്നെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളാണ് എന്ന അർത്ഥത്തിൽ അവരെ വിലമതിക്കാനും അവരെ കൂടി ഉപയോഗിച്ച് വർത്തമാന കാലഘട്ടത്തിലെ പാർട്ടിയെ എതിർക്കാനും മാധ്യമങ്ങൾ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ അനുഭവമാണ്. ഏത് പാർട്ടിയെ സംരക്ഷിക്കാനാണോ അവരുടെ ജീവിതം തന്നെ സമർപ്പിച്ചത്, അവരെ കൂടി ഉപയോഗപ്പെടുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ് ഇപ്പോഴീ വലതുപക്ഷ ശക്തികൾ, മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പരമ്പരയുടെ തുടർച്ചയായി നേരത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമ കൂട്ടായ്മ സജീവമായി കേരളത്തിൽ നിലനിന്നിരുന്നു. അവർ ഉയർത്തിയ പ്രചരണങ്ങൾക്കെല്ലാം അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് LDF ഭരണത്തിലും തുടർ ഭരണത്തിലും എത്തിയിട്ടുള്ളത്. കേരളം 2 തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോകുന്ന സവിശേഷമായ ഈ സാഹചര്യത്തിൽ UDFന്റെ അകത്ത് മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നതുപോലെ UDFന്റെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ മുൻ നേതാവുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന വാക്ക് പോരാട്ടങ്ങൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ CPIMന്റെ അകത്തും പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്താൻ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രചാരവേല ആരംഭിച്ചിരിക്കുകയാണ്.